നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ 2 സെഞ്ചുറി കൊണ്ട് മാത്രം ഏകദേശം 10% മാഗ്നറ്റിക് ഫീൽഡാണ് നഷ്ടമായതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയുടെ ചുറ്റുമുള്ള ഒരു സംരക്ഷണ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. സൂര്യനിൽ നിന്നും വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഭൂമിയിൽ എത്തുന്നതിൽ നിന്ന് ഇത് തടയുന്നു. എന്നാൽ തെക്ക് അമേരിക്കയ്ക്കും അതിനോട് ചേർന്നുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഡിപ്രഷൻ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ ഇത് മെല്ലെ 2ആയി വിഭജിക്കുന്നതായും കണ്ടെത്തി. ഇത് ഭൂമിയുടെ ആ ഭാഗത്തിന് മുകളിലുള്ള സംരക്ഷണത്തിന് തടസ്സമാകുന്നു. ഈ വിള്ളലിലൂടെ അകത്തേക്ക് വരുന്ന പാർട്ടിക്കൽ റേഡിയേഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻസിനെ ബ്ലോക്ക് ചെയ്യുകയും അതിനോടൊപ്പം അതിലൂടെ കടന്നു പോകുന്ന സാറ്റലൈറ്റ്സിന്റെ ഡാറ്റ വിവരശേഖരണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. കുറച്ചുകൂടെ ടെക്നിക്കലായി പറഞ്ഞാൽ ഭൂമിയുടെ ആന്തരിക വാൻ ആലൻ റേഡിയേഷൻ ബെൽറ്റിന്റെ ഉപരിതലത്തോട് ഏറ്റവും അടുത്തു വരുന്നതും 200 കിലോമീറ്റർ ഉയരത്തിൽ താഴ്ന്നതുമായ പ്രദേശമാണ് SAA. ഇവിടെ എത്തുന്ന സോളാർ റേസ് ഈ പ്രദേശത്തെ എനർജി പാർട്ടിക്കിൾസിന്റെ ഒഴുക്ക് ശക്തമാക്കുകയും ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിനെ പതിവിലും ഉയർന്ന റേഡിയേഷൻ ഉള്ള റീജിയനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റ്സിന് കൂടുതൽ റേഡിയേഷൻ റേസ് ഏൽക്കേണ്ടി വരുന്നതിനാൽ അതിന്റെ ഹാർഡ്വെയർസിന് കേടുപാട് സംഭവിക്കാതെ ഇരിക്കാനായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആകുന്നു. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇങ്ങനെയാണെങ്കിൽ ഈ സ്പേസ് സ്റ്റേഷൻ ഇതിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നതെന്ന്. നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ഈ റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഷീൽഡ് വഹിക്കുന്നുണ്ട്. അതിനാൽ കുഴപ്പമില്ല. അനോമലിയിൽ കൂടെ സഞ്ചരിച്ചിരുന്ന സോളാർ അനോമലസ് ആൻഡ് മാഗ്നറ്റോസ്ഫെറിക് പാർട്ടിക്കിൾ എക്സ്പ്ലോറർ അഥവാ സാംബെക്സ് 2012 വിരമിച്ചതിനു ശേഷം മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന ഈ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങിയ അയണോസ്ഫെറിക് കണക്ഷൻ എക്സ്പ്ലോറർ അഥവാ ഐക്കൺ പോലെയുള്ള മറ്റു സ്പേസ് ക്രാഫ്റ്റ് ഇതേപറ്റിയുള്ള പഠനം നടത്തി വരികയാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ ഈ ഏരിയയിലേക്ക് സഞ്ചരിച്ചു വരുന്ന സാറ്റലൈറ്റ്സിനെ വാൺ ചെയ്യാൻ എന്നതു മാത്രമല്ല, ഭൂമിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫ്യൂച്ചറെ തന്നെ എങ്ങനെ മാറ്റിമറിക്കുമെന്നുള്ള വിലയേറിയ കണ്ടെത്തലുകളിലേക്ക് ഒരു പക്ഷെ നയിച്ചേക്കാം. നാസയുടെ അഭിപ്രായത്തിൽ ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടാകുന്നതിനായുള്ള കാരണം ഭൂമിയുടെ മധ്യത്തിലെ ഈ കോറിൽ നിന്നും അലയടിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രവർത്തനമാകാമെന്നാണ്. നമ്മുടെ ഭൂമിയുടെ ഉള്ളിലെ കോറിന്റെ ചൂട് മൂലം ഇതിൽ കാണപ്പെടുന്ന ഇരുമ്പ് ദ്രാവകം സ്പീഡിൽ ചുറ്റാൻ തുടങ്ങുകയും തുടർന്ന് കറന്റ് വേവ്സ് സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ്സ് രൂപം കൊള്ളുന്നതെന്ന് കണക്കാക്കുന്നു. ഇത് ബഹിരാകാശത്തേക്ക് വ്യാപിക്കുകയും അന്തരീക്ഷത്തെയും സാറ്റലൈറ്റ്സിനെയും സോളാർ റേഡിയേഷനിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊട്ടക്റ്റീവ് ഷീൽഡായി പ്രവർത്തിക്കുന്നു. ഇത് ഏകദേശം 1.5 ബില്യൺ ഇയേഴ്സ് മുന്നേ രൂപം കൊണ്ടതാകാം എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഭാവിയിൽ ക്രമേണ ഈ ഇന്നർ കോർ വലുതാവുകയും ഇതിന്റെ ഔട്ടർ കോർ കാര്യക്ഷമമല്ലാതാവുകയും ചെയ്യും. തുടർന്ന് മാഗ്നറ്റിക് ഫീൽഡ് അപ്രത്യക്ഷമാകും. എന്നാൽ ഇങ്ങനെ സംഭവിക്കാൻ ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. മാഗ്നറ്റിക് ഒബ്സർവേറ്ററീസിനെയും സാറ്റലൈറ്റ്സിനെയും ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 160 വർഷമായി ശാസ്ത്രജ്ഞർ ഈ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നിരീക്ഷിച്ചു വരികയാണ്. ഈ തുടർച്ചയായുള്ള നിരീക്ഷണത്തിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ 80% ഡൈപോളാർ ആണെന്ന് കണ്ടെത്തി. അതായത് ഇതിപ്പോ ഒരു ബാർ മാഗ്നറ്റ് പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇതിന്റെ 20% ഇപ്പോൾ നോൺ ഡൈപോളാർ ആയി മാറിക്കഴിഞ്ഞു. അതിനർത്ഥം ഇത് പ്രാദേശിക വേരിയേഷൻസ് കാണിക്കുമെന്നാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രശ്നമാണ്. കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡാണ് സോളാർ വിൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നത്. ഇനി വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലിപ്പ് ആവാറുണ്ട്. അതായത് ഈ നോർത്ത് പോളും സൗത്ത് പോളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറും. അവസാനമായി ഇത് സംഭവിച്ചത് ഹോമോ ഇറക്ടസിന്റെ യുഗത്തിലായിരുന്നു. അതായത് ഏതാണ്ട് 7.8 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ. മാഗ്നറ്റിക് ഫീൽഡ് ദുർബലമായി തുടങ്ങുമ്പോഴാണ് ഇതിങ്ങനെ ഫ്ലിപ്പാകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ദുർബലപ്പെടുന്നത് ഇനിയൊരു പോൾ സ്വാപ്പിങ്ങിനാണോ എന്ന് സംശയിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫീൽഡ് ഇടയ്ക്ക് വീക്കായ ശേഷം ഫ്ലിപ്പാവാതെ തിരിച്ച് ശക്തിയാർജിച്ചതായ ചരിത്രവുമുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെ എക്സ്കർഷൻ എന്ന് പറയുന്നു. ഇനി ഈ തെക്കൻ അറ്റ്ലാന്റിക് അനോമലിയിൽ ഭൂമിയിൽ പ്രത്യേകിച്ച് ഇമ്പാക്ട്സ് ഒന്നും ഇതുമൂലം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും എർത്തിനെ വലം വയ്ക്കുന്ന സാറ്റലൈറ്റ്സിനെ ആ പ്രദേശത്തെ സോളാർ പാർട്ടിക്കിൾസിന് കൂടുതലായി അഭിമുഖീകരിക്കേണ്ടതായി വന്നുവെന്ന് പറയുന്നു. ഇതുകൂടാതെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ
ആ പ്രദേശത്ത് ഷൂട്ടിംഗ് സ്റ്റാർ പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു കാരണം അവിടെ ഹൈ ലെവൽ റേഡിയേഷൻ ഭൂമിയുടെ താഴ്ന്ന പ്രദേശത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതിനാലാണ്. ഇതൊരു പക്ഷേ ഭൂമിയുടെ മാഗ്നറ്റിക് പോൾസ് ഉടനെ ഫ്ലിപ്പ് ആകും എന്നുള്ളതിനുള്ള ഒരു സൈൻ ആവാം. ഇനി ഒരു ആശ്വാസ വാർത്ത എന്താണെന്നാൽ ഈവൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആകുവാണെങ്കിലും ഇനിയിപ്പോ അതല്ല ഫ്ലിപ്പ് ആവാൻ പോകുവാണെങ്കിലും ഇത് എന്തായാലും പ്രത്യക്ഷമാവുകയില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലിപ്പ് ആവുന്നതിലൂടെ ഇത് പൂർണ്ണമായി നഷ്ടപ്പെട്ട ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ സപ്പോസ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഒരു വീക്കായ സോളാർ വിൻഡ് അടിച്ചാലും മതി. ഇത് നമ്മുടെ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഓക്സിജൻ പോലുള്ള വാതകങ്ങളെ എളുപ്പത്തിൽ പറിച്ചെടുത്തു കൊണ്ടുപോകും. അതിനാൽ മാഗ്നറ്റിക് ഫീൽഡ് അനിവാര്യമാണ്. ഇത് കൂടാതെ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കും. 1989 സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു മാസീവ് സോളാർ ജ്വാല ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയറിലേക്ക് അടിച്ചു കയറി കാനഡയിലെ വൈദ്യുതി കണക്ഷൻ തടസ്സപ്പെടുത്തിയിരുന്നു. സോ അതിനർത്ഥം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നഷ്ടപ്പെട്ടാൽ മാഗ്നറ്റോസ്ഫിയർ ഉണ്ടാവുകയില്ല. അതിനാൽ സോളാർ വിൻഡ്സിൽ നിന്ന് നമ്മെ പ്രൊട്ടക്ട് ചെയ്യാനാകില്ല. അന്തരീക്ഷം ഉണ്ടാകാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ആവശ്യമില്ലെങ്കിലും ഇതൊരു ഷീൽഡായി നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ അനിവാര്യമാണ്.